പഠിച്ചാൽ പരീക്ഷ എഴുതാം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കരുത്. ഗിവ് മീ എക്സാം ഐ വിൽ റൈറ്റ്. അതിൽ ബിടെക് കഴിഞ്ഞാൽ അല്ലേ? ഞാൻ BSc പാസ്സായത് എത്ര കൊല്ലം മുമ്പാ? 42 വർഷം മുമ്പ്. ഇപ്പൊ എഴുതിയാലും എനിക്ക് അതിനേക്കാളും മാർക്ക് കിട്ടും. ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിയാൽ നോളജ് അങ്ങോട്ട് തീർന്നു. അതിനല്ല പഠിക്കണം. അതുകൊണ്ടാണ് മിക്കവാറും ബിടെക്കിന് പഠിക്കുന്ന കുട്ടികൾ ഫെയിൽ ആവുന്നത്. 10th 11th 12th പഠിച്ചിട്ടുള്ള സെയിം മാത്തമാറ്റിക്സ് ആണ് ഫസ്റ്റ് സെമസ്റ്റർ ബിടെക്കിന്. ഓൾമോസ്റ്റ് സെയിം. ഏറ്റവും കൂടുതൽ ആദ്യത്തെ സെമസ്റ്റർ എന്നത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ്. 4% പാസ് ഇന്ത്യയിൽ. 100 കുട്ടികളിൽ 4 പിള്ളേരെ പാസ്സാവണം. സെയിം സിലബസ് പഠിച്ച് A+ കിട്ടിയത്. കാരണം A+ കിട്ടാൻ വേണ്ടി പഠിക്കണം. അത് കഴിഞ്ഞപ്പോൾ എല്ലാം മാറും. അതിൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതിഥി. എന്താ കാരണം? ആൾക്കാരെ വിളിച്ച് ടൈമും ഒക്കെ പറഞ്ഞ് പോയി പിക്കപ്പ് ചെയ്ത് വരുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? അതിഥി. അത് തെറ്റാ. അറിയാതെ വെറുതെ കയറി വരുന്നവരെയാണ് എന്ത് പറയേണ്ടത്? അതിഥി എന്ന് പറയുന്നത്. അതിഥി ദേവോ ഭവ എന്ന് പറയാറില്ലേ? ഇല്ലേ? ആരെയാ ഭഗവാനായിട്ട് കാണേണ്ടത്? പറഞ്ഞിട്ട് വരുന്ന ആൾ ഭഗവാനാവും? ഇല്ല. ഭഗവാൻ അങ്ങോട്ട് വരിക ചെയ്യാ, പറയാറൊന്നുമില്ല. ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം. എന്താ പറയാ? ഓരോ വാക്കും എഴുതണം. ഞാൻ എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ പറയലല്ല, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് റെസ്പോൺസ് ആണ്. എന്താണ് റെസ്പോൺസ്? ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നതിന് റിയാക്ഷൻസ് എന്നാണ് പറയാ. അപ്പൊ എഴുതി വെക്കണം. റിയാക്ഷൻ, റെസ്പോണ്ട്. ഓരോ ടെക്നിക്കൽ വാക്കും എഴുതാം. ആ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ റെസ്പോൺസിനെ കുറിച്ച് പറഞ്ഞു, റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയാൻ പറ്റണം. ഞാൻ ചോദിക്കും കുറെ കഴിയുമ്പോൾ. കീപ് റൈറ്റിംഗ്. ബുദ്ധി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഐ വാണ്ട് എ പിക്ചർ. ഐ കനോട്ട് ടേക്ക് ദ പിക്ചർ ഓഫ് യുവർ ബുദ്ധി ആൻഡ് ഗിവ് ഇറ്റ് ടു മീ. എഴുതിയാലേ ഞാൻ അവസാനം പറയും ടേക്ക് എ പിക്ചർ ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ. ഇതിൽ ഫോം ഫില്ലപ്പ് ചെയ്യാത്തവർ കുറേ പേരുണ്ട്. ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിരുന്നു. അതിൽ വീഡിയോ അയക്കാൻ പറഞ്ഞിരുന്നു. അയച്ചാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ 2 പേരേ ഉള്ളൂ. ഇപ്പൊ യു ഷുഡ് ഹാവ് റെസ്പോൺസ്. റെസ്പോണ്ട് ചെയ്യുന്നവരെയാണ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്ന് പറയാം. അല്ലേ? നമ്മൾ പറയാറില്ലേ പീപ്പിൾ ഹാവ് ടു ബി റെസ്പോൺസിബിൾ. അപ്പൊ റെസ്പോൺസിബിലിറ്റി എന്നൊരു വാക്കില്ലേ, ഒക്കെ എഴുതണം. അതർവൈസ് യു വിൽ നോട്ട് റിമെമ്പർ ദിസ്. കീപ് റൈറ്റിംഗ്. റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിൾ. അപ്പൊ റെസ്പോൺസിബിൾ ആവുമ്പോഴാണ്, റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോഴാണ് റെസ്പോൺസിബിൾ സിറ്റിസൺ ആവുന്നത്. ഇപ്പൊ ക്ലാസ്സിലും റെസ്പോൺസിബിൾ ആവണം. അപ്പൊ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ അത്രയും ഞാൻ റെസ്പോൺസിബിൾ ആവും. ഗോട്ട് ഇറ്റ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലോ? കുറെ ദിവസം ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത് എന്തായിട്ട് ഒന്നിനും കൊള്ളില്ല ക്യാമ്പ്. ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം, ഇറ്റ്സ് യുവർ പ്രോബ്ലം. അതുകൊണ്ട് സാധാരണഗതിയിൽ എൻ്റെ ക്യാമ്പുകളിൽ ടൈമില്ല, ഷെഡ്യൂൾ ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ നടത്തുന്നത് കൊണ്ട് ഇതാവശ്യമാണ്. അതല്ലെങ്കിൽ 10-60 കുട്ടികളൊക്കെ എൻ്റെ വീട്ടിൽ ക്യാമ്പ് നടത്താണ്. വി ഓൾ സ്റ്റേ ഇൻ എ സെയിം ഹൗസ്. ഇവിടെ നടത്തുന്ന സമയത്ത് ദേ നീഡ് എ ഷെഡ്യൂൾ. ദർ ആർ സം ഗസ്റ്റ് കമ്മിങ്. നമ്മുടെ അടുത്തും ഗസ്റ്റ് വരും. പക്ഷെ ഗസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എഴുതുക അപ്പൊ തന്നെ ഗസ്റ്റ്. മലയാളത്തിൽ ഗസ്റ്റ് എന്താ പറയാ? അതിഥി എന്നാണ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? തിഥി എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്നാണ് അർത്ഥം. ആ തിഥി എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഇല്ലാത്ത ആള്. ദാറ്റ് മീൻസ് ആക്സിഡന്റലി എത്തിപ്പെടുന്നവരാണ്. മനസ്സിലായോ? നമ്മൾ തെറ്റായിട്ട് കുറേ ഉപയോഗിക്കാറുണ്ട്. അതിൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതിഥി. എന്താ കാരണം? ആൾക്കാരെ വിളിച്ച് ടൈമും ഒക്കെ പറഞ്ഞ് പോയി പിക്കപ്പ് ചെയ്ത് വരുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? അതിഥി. അത് തെറ്റാ. അറിയാതെ വെറുതെ കയറി വരുന്നവരെയാണ് എന്ത് പറയേണ്ടത്? അതിഥി എന്ന് പറയുന്നത്. അതിഥി ദേവോ ഭവ എന്ന് പറയാറില്ലേ? ഇല്ലേ? ആരെയാ ഭഗവാനായിട്ട് കാണേണ്ടത്? പറഞ്ഞിട്ട് വരുന്ന ആൾ ഭഗവാനാവും? ഇല്ല. ഭഗവാൻ അങ്ങോട്ട് വരിക ചെയ്യാ, പറയാറൊന്നുമില്ല. ഗോട്ട് ഇറ്റ്? അപ്പൊ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തെറ്റാണ്. നമ്മൾ ഉപയോഗിക്കും, പക്ഷെ അറിയണം ഇതല്ല ശരിയെന്നും കൂടി അറിയാം. അതുകൊണ്ട് എവിടെ ചോദ്യം ചോദിക്കാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്.
നിങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് ഐ നോ, ആരും ഒന്നും ചെയ്യില്ല. ഒന്നോ രണ്ടോ ആൾ അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ 2 പ്രാവശ്യം ചോദിച്ചാലേ അത് മാറണം. ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ഓക്കെ, ഞാൻ ഡൽഹിയിലൊക്കെ പഠിപ്പിച്ചത് ഇതേപോലെ ഇരിക്കുന്നവരൊക്കെ മിലിറ്ററിക്കാരാണ്, അതും സീനിയർ ഓഫീസേഴ്സ്. അവരിങ്ങനെയാണോ ഇരിക്കുക? അങ്ങനെ ഒന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചേ, എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് അടുപ്പിക്കുക. അതിനാണ് അടുപ്പിക്കുക എന്ന് പറയുക. അടി എന്ന് വാക്ക് അങ്ങനെയാ വന്നത്. അടുപ്പിക്കുമ്പോഴാണ് അടി വരും. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല മിലിറ്ററിക്കാരിയ്ക്കാന്ന്. അങ്ങനെയാണോ മിലിറ്ററിക്കാരിയ്ക്കുക? ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, കീപ് യുവർ ബുക്സ് ദർ. ഗോ ആൻഡ് മേക്ക് എ ബിഗ് റൗണ്ട്. ഈ ചെയറിന് ചുറ്റും ഒരു വലിയൊരു റൗണ്ട് ഉണ്ടാക്കുക. സ്റ്റാൻഡ്, പറഞ്ഞ നിൽക്കരുത്, സ്റ്റാർട്ട് മൂവിങ്. ആരും നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നില്ല. ബിഗ് റൗണ്ട്, സ്പ്രെഡ് ഔട്ട്, സ്പ്രെഡ് ഔട്ട്. അതിനും പുറത്ത്, ബിയോണ്ട് ദാറ്റ്. ഇടയിലൊന്നും, നല്ല സ്പേസിൽ നിൽക്കുക. ഇവിടെ മുതൽ ഇതാണ് ക്ലോക്ക് വൈസ്, ആണോ അല്ലയോ? ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസിൽ യങ്ങസ്റ്റ് ഇവിടെ വരണം, എൽഡസ്റ്റ് ഇവിടെ വരണം. മേക്ക് യുവർ റൗണ്ട് പക്ക. എൽഡസ്റ്റ് ടു യങ്ങസ്റ്റ് ഒരു റൗണ്ട് ഉണ്ടാക്കും ഫാസ്റ്റ്. ഏറ്റവും പ്രായം കുറഞ്ഞാളും പ്രായം കൂടിയാളും ഒരു സ്ഥലത്ത് ഒരാൾ നിൽക്കുമ്പോൾ കാണാൻ നിങ്ങളെ, ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഐ എം സീയിങ് ദാറ്റ് ഹു ഈസ് ദ മോസ്റ്റ് ഐഡിയൽ പേഴ്സൺ ആരാന്ന് അറിയും. അവിടെ നിൽക്കരുത്, ഉടനെ മൂവ് ചെയ്യാൻ തുടങ്ങണം. വേറെ ആരെങ്കിലും വന്ന് നിങ്ങളെ മാറ്റുമോ? കീപ് മൂവിങ്, ഡോണ്ട് ക്രോസ് ഇയർ. റൗണ്ട് ആയിട്ടേ മൂവ് ചെയ്യാവൂ. ഏറ്റവും ഏജ് വെച്ച്, പിന്നെ ഏജ് അല്ലാണ്ട് യങ്ങറും ഓൾഡറും ഉണ്ടോ? യങ്ങസ്റ്റ് ഇവിടെ, ഓൾഡസ്റ്റ് ഇവിടെ. യു ഷുഡ് ഹാവ് എ റൗണ്ട്. എൽഡസ്റ്റ് പേഴ്സൺ ഹിയർ. മൂവ്, മൂവ് ഫാസ്റ്റ്, ഫാസ്റ്റ്. 2 മിനിറ്റേ ഉള്ളൂ. റൗണ്ട് റൗണ്ട് ആയിട്ട് തന്നെ വരണം ലാസ്റ്റ്. ആരെയും ക്ലട്ടർ ചെയ്ത് കാണരുത്. നിങ്ങളുടെ ഇടത്തും വലത്തും ഉള്ള വ്യക്തികൾ ഒരേ ഡിസ്റ്റൻസിലാവണം, അല്ലെങ്കിൽ തല പിടിച്ച് ഇടിക്കും. ഇടത്തും വലത്തും ഉള്ളവരെ ഒരേപോലെ ആവണം. വൈ ആർ യു ക്ലട്ടറിംഗ് ഹിയർ? മേക്ക് എ ബിഗ് റൗണ്ട്. മൂവ്, മൂവ്, മൂവ് ഫാസ്റ്റ്. ഇടത്തും വലത്തും ഉള്ളവരെ ഒരേ ഡിസ്റ്റൻസിൽ ഉണ്ടാവണം. എടോ, തൻ്റെ അടുത്ത് ആരാ നോക്ക്, അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയാണോ? കീപ് മൂവിങ്, കോൾ ദം സൈഡ്. ഈ പറയണതൊന്നും അങ്ങോട്ട് കേൾക്കണില്ലേ? ഇൻസ്ട്രക്ഷൻ ഷുഡ് ഫോളോ സ്ട്രിക്ട്ലി. റൗണ്ട് അല്ല, ഇത് റൗണ്ട് ആണോ? മൂവ് ഫോർവേഡ്. ഇവിടെയുള്ളവർ, ഐ വാണ്ട് ടു സീ ഇറ്റ് ആസ് എ റൗണ്ട്. വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ എന്ത് വൃത്തികേടായിരിക്കും അല്ലെങ്കിൽ. ഫാസ്റ്റ്. YYMMDD ആ ഫോർമാറ്റിലാണ് പറയേണ്ടത്. വാട്ട് ഈസ് YYMMDD? ഇയർ. So today's date is 26/06/22. Right? ഇന്നത്തെ ഡേറ്റ് എത്ര? എല്ലാരും ഒന്ന് പറയൂ ഉറക്കെ. 26/06/22. ഇപ്പൊ ഇയാളാണ് യങ്ങസ്റ്റ് എന്നാ പറയുന്നത്. So I want to from the elder so that they will learn. So start. Tell your ഡേറ്റ് ഓഫ് ബർത്ത്. ബാക്കിയുള്ളവർ കേൾക്കണം. ഒരു കാര്യം കൂടി പറയാം, അടുത്തുള്ള ആളോട് ഒന്നുകൂടി ചോദിച്ചോളൂ. കാരണം തെറ്റായാൽ 2 ആളുടെയും തല പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിക്കും. അതായിരിക്കും പണിഷ്മെന്റ്. ജസ്റ്റ് ആസ്ക് വൺസ് അഗൈൻ, കൺഫേം. ഇഫ് യു വാണ്ട് യു ക്യാൻ ചേഞ്ച് നൗ. കുറേ തെറ്റുണ്ട് അതിനകത്ത്. ഫാസ്റ്റ്. നിങ്ങൾ മൂവ് ചെയ്ത് മാറുമ്പോഴും ലെഫ്റ്റും റൈറ്റും ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോളണം സ്പേസ്. ഇടയിൽ തിരികെ കയറരുത്.
Make people to spread out. Little closer. Left and right equal space. Be conscious. Done? അവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈക്വൽ സ്പേസ് അല്ല, വായില് ഭക്ഷണം കഴിക്കുന്ന ആള്, ഇഡ്ലി ഇട്ട ആള്. മൂവ് ഫ്രണ്ട് ലിറ്റിൽ. Yeah. So tell. നല്ല ടപ്പ് എന്ന് പറഞ്ഞ അടി കിട്ടും. കുറെ കാലമായി അടിച്ചിട്ട്. ആ ലൗഡർ. യാ 030329. 06, I mean 04, 06, I mean 04, 03, 16. 4 നമ്പർ പറയാൻ എത്ര പ്രാവശ്യം ഐ മീൻ എന്ന് പറയുന്നത്? വാട്ട് യു മീൻ ഈസ് വാട്ട് യു ഷുഡ് സ്പീക്ക്. ക്ലാരിറ്റി. 040526. 050415. 080450. 080505. ലൗഡർ. 080909. 080909. 08103. 090221. 090930. 091209. 101040. 101105. 11069. 1110 110121. 110425. 110429. 110606. 70620. 1109. 1210 1208 120709. 1202. 0226. 120823. 180325. 1358. Now shoulder to shoulder, height wise, rearrange fast. Touch and see, move fast. Generally being called. ഓക്കെ, നിങ്ങളുടെ പേരെന്താണോ ബാക്കിയുള്ളവർ വിളിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ പേര് പറയാ അടുത്ത ആളോട്. ആൽഫബറ്റിക് ഓർഡർ, എക്സിലോഗ്രാഫിക് ഓർഡർ എന്നാ പറയാ. ഫ്രം എ ടു സി മൂവ് ഫാസ്റ്റ്. അപ്പൊ എല്ലാവരുടെയും പേര് ചോദിക്കുക. ഈ എക്സർസൈസ് തീരുമ്പോഴത്തേക്കും ഐ വാണ്ട് എവരിബഡി ടു നോ അതേഴ്സ് നെയിംസ്. സെക്കൻഡ് ലെറ്റർ നോക്കണം. ആൽഫബറ്റിക് ഓർഡർ, ഡിക്ഷണറി ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലെറ്റർ നോക്കുക. ഓർഡർ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. Next fellow, tell the next fellow. Push. You move. ഇവിടെ നിന്നാണ് ലെഫ്റ്റും റൈറ്റും. Move, push. ഞാൻ ചോദിക്കുന്നതാണ് ആരാദ്യം. What is your spelling? A. Okay. ഉറക്കെ. AB. അഭിനവ് AB എന്ന് പറയാം. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. That's why I want you. Yeah. AB. എത്ര പേർക്ക് ബാക്കിയുള്ളവരുടെ പേര് അറിയും എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. സോ യു ആർ ഗോയിങ് ടു കോമ്പീറ്റ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക എല്ലാവരുടെ പേര്. നൗ ഈ ചെയറുകള് ആരെയും പല സ്ഥലത്തൊക്കെ ഇരുന്നിട്ടുണ്ടാവും. ഡോണ്ട് ബോദർ ദാറ്റ്. യു വിൽ ഹാവ് ടു ഗോ ആൻഡ് സിറ്റ് ദർ. നെക്സ്റ്റ് ആരുടെ ബുക്കാണോ അത് തുറന്നിട്ട് അതിനകത്ത് എഴുതേണ്ടി വരും. ഓക്കെ, യാ സിറ്റ് ദർ. നെക്സ്റ്റ് 10 ചെയർ മാത്രം. Occupy the 10. Take your book. ആ ചെയറിലുണ്ടായിരുന്ന ബുക്ക് എടുക്കാൻ. ചെയറിലുണ്ടായിരുന്ന ബുക്ക് കയ്യിലെടുക്കുക. എന്നിട്ട് അവിടെ ഇരിക്കുക. ആ ചെയറിൽ ഏത് ബുക്കാണോ ഉള്ളത് അതെടുക്കുക, ഇരിക്കുക. ഫൈൻ. 12 വരെ ആവാം. കീപ് 2 more here. No, wait. ഡേ, അവിടെ ഒരു വേക്കൻറ്റ് ചെയർ കണ്ടില്ലേ? കിട്ടും. വേണോ? Give space in between to move. Give space in between to move. Yeah, move.
ഇതൊക്കെ ഒരു പ്രാവശ്യം ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ അതുപോലെ ഫോളോ. നൗ യു ഡോണ്ട് മൂവ്, സിറ്റ് ദേർ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആസ്ക് മീ. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യാ? പറയും എന്താ ചെയ്യാ? സാധാരണ അടുത്ത അവിടെ സംസാരിക്കും. അപ്പൊ അടുത്ത ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടാവും, അത് കേൾക്കില്ല. അതുകൊണ്ടാണ് നോ ക്രോസ് ടോക്സ്. നിങ്ങൾ ക്രോസ് ടോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും മിസ്സാവും, അടുത്തുള്ള ആൾക്കും. ഗോ ആസ്ക് സംബഡി. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ വിളിക്കണം. ഗോ ഇൻസൈഡ്, ആസ്ക് സംബഡി. നിങ്ങളിപ്പോ നന്നായിട്ട് നോട്ട് എഴുതുന്നുള്ളതിന്റെ കാര്യം മനസ്സിലായോ? നിങ്ങളുടെ പേര് എഴുതുക എല്ലാ നോട്ടിലും, എങ്കിലേ ആരുടെയാന്ന് മനസ്സിലാവുള്ളൂ. നമ്പർ 1. ആദ്യം ഒരു നോട്ട്ബുക്ക് കിട്ടിയാൽ എത്ര പേര് അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്? എവ്രിബഡി. വൺസ് യു ഗെറ്റ് സംതിങ്, റൈറ്റ് യുവർ നെയിം സോ ദാറ്റ് യു വിൽ നോട്ട് മിസ് ഇറ്റ്. നമ്പർ 1. ഓക്കെ, നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഡു ഇറ്റ്. നമ്പർ 1. നമ്പർ 2, എഴുതുമ്പോൾ നീറ്റായിട്ട് എഴുതണം. കാരണം ഇത് ഇടക്കിടക്കേ ഉണ്ടാവും എക്സർസൈസ്. യുവർ നോട്ട്സ് വിൽ ഗോ ടു സംബഡി എൽസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടും. ഇഫ് യു ഡോണ്ട് നോ, നോ പ്രോബ്ലം, ആസ്ക്. നന്നായിട്ട് എഴുതുക. ഫൈൻ, എവരിബഡി ഷുഡ് റൈറ്റ്. ഇത് നിങ്ങളുടെ ക്ലാസ് മുറി പോലെയല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റിയാണ്. ദ മോർ യു ഇന്ററാക്ട് യു ഗെറ്റ് മോർ. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് മാക്സിമം ഇന്ററാക്ഷൻ ഉണ്ടാക്കാനുള്ള മെത്തഡോളജി. ആദ്യം ഞാൻ ചെയ്തിട്ടുള്ള കാര്യം, നിങ്ങളുമായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഇന്ററാക്ഷൻ ഫോർ ദ ക്യാമ്പ് വാസ് ആസ്കിങ് യു ടു ഫില്ലപ്പ് എ ഗൂഗിൾ ഫോം. ശരിക്കും ഞാൻ ചെയ്യാറുള്ളത് ഫില്ലപ്പ് ചെയ്യാത്തവരൊക്കെ പുറത്താക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. നമ്പർ 2, അതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, മേക്ക് എ വീഡിയോ. എൻ്റെ മെന്ററിങ് പ്രോഗ്രാമിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. നമ്പർ 3, അറ്റ്ലീസ്റ്റ് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിനകത്ത് കമന്റ് എഴുതാൻ മതി. ഐ ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം. ഇതൊക്കെ നോക്കും, ആരാ എന്താ എഴുതിയത്. ഐ ഹവ് നോട്ട് സീൻ മെനി ഓഫ് യു റീഡിങ്. ഇന്ന് മുതൽ ചെയ്യേണ്ട കാര്യം, എൻ്റെ വീഡിയോ മാത്രമല്ല, വെനെവർ യു സീ സംതിങ്, മേക്ക് എ റെസ്പോൺസ്. അതാണ് റെസ്പോൺസ്. നമ്മൾ പലതും കാണും, പക്ഷെ അതിനകത്ത് കമന്റ് ഒന്നും ഇടാറില്ല. ഉണ്ടോ? കുറേ മെനക്കെട്ടിട്ടാണ് ഇത് ചെയ്യണത്. പക്ഷെ പല വീഡിയോയിലും നമ്മൾ എന്ത് കാണും? കുറേ മോശം എഴുതുന്ന ആൾക്കാരെ കാണും, തെറിയൊക്കെ എഴുതുന്ന നല്ലപോലെ. അപ്പൊ ഈ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സാണ്. പ്രൊഡ്യൂസർ ആയിട്ടുള്ളവർ എന്താ കാണുക? മോശം മാത്രം എഴുതി കാണും. വിൽ ദേ ഫീൽ ഹാപ്പി? അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലത് കുറച്ചെങ്കിലും എഴുതുമ്പോഴാണ് ഇറ്റ് മോട്ടിവേറ്റ്സ് പീപ്പിൾ, റൈറ്റ്? സോ ഓൾവേസ് മേക്ക് കമന്റ്സ്. വൈ ആർ യു നോട്ട് കമന്റിങ്? ഇങ്ങനെയൊക്കെ ആക്കാൻ എളുപ്പമാണ്, അതേത് മങ്കിക്കും പറ്റും, അല്ലേ? ഹ്യൂമൻ ബീയിങ്, യു ആർ കോൾഡ് ഉറക്കെ. വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ്? ബീയിങ് ഹ്യൂമൻ. റൈറ്റ് ഇറ്റ് ഡൗൺ. നോട്ട് യുവർ നോട്ട്, സംബഡീസ് നോട്ട്. അപ്പൊ അയാൾക്ക് ആ നോട്ട്ബുക്ക് കിട്ടുമ്പോൾ they will feel happy. Oh, your handwriting is good. That's not my problem. See, ഇവിടുന്ന് തന്ന പേന വേണമെന്നൊന്നുമില്ലല്ലോ. യു ഷുഡ് ഹവ് ബോട്ട് എ പെൻ. പെന്റെ ബാഗ് നോക്കി ഒരു 10 പേന കിടക്കണ്ടോ? ബുക്കും ഇല്ല. നോ സർ. ബീയിങ് ഹ്യൂമൻ. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. എന്താണ് മനുഷ്യന്റെ സ്വഭാവം എന്നാണ്, അല്ലേ? റൈറ്റ്? ഹ്യൂമൻ ബീയിങ്, ബീയിങ് ഹ്യൂമൻ. വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ആനിമൽ? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറയൂ. ആർക്കെങ്കിലും പറയണം, ഉടനെ കൈപ്പൊക്ക. ഉറക്കെ പറയണം, എല്ലാവരും കേൾക്കണം, റെക്കോർഡിങ്ങിലും വരണം. ഹ്യൂമൻ, നമ്മൾ സാധാരണ മനുഷ്യന്മാർ പറയാറുണ്ടല്ലോ, അല്ലേ? ഉണ്ടോ? മനുഷ്യനും മൃഗവും എന്നുള്ള 2 വാക്കുണ്ട്, അറിയോ? അല്ലേ? മനുഷ്യനും മൃഗം എന്ന് പറയും. അങ്ങനെ ചില മൃഗങ്ങളുണ്ട്. മനുഷ്യരൂപേണ മൃഗശ്ചരന്തി എന്നാണ് പറയുക. മനുഷ്യന്റെ രൂപത്തിൽ പോകുന്ന മൃഗാന്നത്. യു അണ്ടർസ്റ്റുഡ്?
So there is a categorization between human being and animals. മനുഷ്യനും ഒരു ആനിമലാണെന്നൊക്കെ പറയാം. പക്ഷേ ഭാരതീയ സംസ്കാര പ്രകാരം വി ആർ നോട്ട് ഇൻ വെസ്റ്റ് നൗ, വി ആർ ഇൻ ഇന്ത്യ. അതുകൊണ്ടാണ് സാർ എന്നൊക്കെ പറയുമ്പോൾ വേണ്ടാന്ന് ഞാൻ പറയുന്നത്. സാർ മാഡം ഒക്കെ വിളിച്ചിട്ടുണ്ട്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ക്യാമ്പൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആരായിരുന്നു ക്ലാസ് എടുത്തത്? ഏതോ വെളുത്ത താടിയൊക്കെ ഉള്ള ഒരു സാറ്. 14 years പഠിച്ചു സ്കൂളിൽ. എൽ കിലോഗ്രാം മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ? പ്രിൻസിപ്പളുടെ പേരെന്ന് വെച്ചാൽ മാഡം. പേരറിയില്ല. Got it? So name is important. എന്താ വ്യത്യാസം? നശിപ്പിക്കുന്നതൊക്കെ പറയാൻ പറ്റുമോ? ഇതൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യന്മാരാണ്. ആ ഇതിനേക്കാളും ബുദ്ധിയുള്ള കുറെ ജീവികളുണ്ട്. ആനയ്ക്കൊക്കെ എന്ത് ബുദ്ധി അറിയോ? വൺ ബേസിക് ഡിഫറൻസ് ഈസ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാർക്ക് സ്പിരിച്വൽ, അതൊക്കെ കുറച്ചും കൂടി ഹയർ ലെവലാണ്. സ്പിരിച്വൽ അല്ലാത്ത കുറെ ബീയിങ്സ് ഉണ്ട്. അയ്യോ, അതിനേക്കാളും ചിരിക്കുന്ന കുറെ ജീവികളുണ്ട്. ആ സംസാരിക്കാൻ എല്ലാ ജീവികൾക്കും ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ സംസാരിക്കാം. കടലിനടിയിലെ മീനുകളൊക്കെ അതിന്റെ മക്കളോട് സംസാരിക്കുന്ന കിലോമീറ്റേഴ്സ് ദേ കമ്മ്യൂണിക്കേറ്റ് ത്രൂ എ ഡിഫറെന്റ് ഫ്രീക്വൻസി. ഹൈലി ലോജിക്കലാണ്. ഒരു പട്ടി വീട്ടിൽ വളർത്തിയാൽ അതിന്റെ മാസ്റ്റർ ആണോ വരുന്നത്, കള്ളനാണോ വരുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് ചിന്തിക്കാൻ പട്ടിക്ക് പറ്റും. നമുക്ക് പോലും പറ്റില്ല. മുമ്പിലിരിക്കുന്ന വിരോധിയാണോ ഫ്രണ്ടാണോ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിന്റെ ലോജിക്ക് ഹയറാണ്. ഇതൊന്നും അല്ല കാരണം. യു ഹാവ് സീൻ ആൻഡ്സ്. ഒരു ആൻഡ്, ഒരു 10 ആൻഡ്. ഞാൻ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കണം? 10th. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഞാൻ കൊടുത്തൊരു ലെക്ചറിന്റെ പേരെന്താ അറിയോ? ആൻഡ് ഈസ് ഹൈലി സോഷ്യൽ ദാൻ ഹ്യൂമൻ ബീയിങ്. ഒരു കുറേ ഉറുമ്പുകൾ പോകണ്ടെന്ന് വിചാരിക്കും. അതിലൊരു ഉറുമ്പിനെ നിങ്ങൾ എടുത്ത് മാറ്റിയാൽ തപ്പി നോക്കും എൻ്റെ കൂട്ടുകാരൻ ഇവിടെ പോയി. അത് തിരിച്ചു വെക്കുന്നത് വരെ അതിങ്ങനെ തപ്പി നോക്കിക്കൊണ്ടേയിരിക്കും. അത്രയും സോഷ്യലാണ്. കുറേ അത്തരം പട്ടികളെ കണ്ടിട്ടില്ലേ? ഒരു പട്ടി കുരക്കണതിനെ ബാക്കിയുള്ള പട്ടികളെ വിളിക്കാനാണ്. ഏതോ അപകടം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കുരക്കും, എല്ലാ പട്ടികളും കൂടെ വരും. അവരാ നമ്മളെക്കാളും സോഷ്യൽ. നമ്മളങ്ങനെ കണ്ട അപ്പോൾ ഓടും. സോഷ്യൽ ബീയിങ് എന്നാണ് നമ്മുടെ പേര്. വേറൊരു പേരെന്താണ്? സോഷ്യൽ ബീയിങ്. ബീയിങ് സോഷ്യൽ. ഇപ്പൊ കണ്ടില്ലേ ബീയിങ് സോഷ്യൽ? അവിടെ നിന്നു. ഇവിടെ നിന്ന് കയറി അങ്ങോട്ട് വരാനുള്ള ആ സോഷ്യൽ എബിലിറ്റി ഇല്ല. ആരോടെങ്കിലും ഉടനെ കയറി ചോദിക്കാനുള്ള കഴിവിനെയാണ് സോഷ്യൽ ബീയിങ് പറയുക. ഇതൊന്നും അല്ല കാരണം. നിങ്ങളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നത് എന്തിനാ? അങ്ങനെ ഒരു പട്ടികളും കുറേ സഞ്ചരിച്ച് വേറൊരു പട്ടിയുടെ ക്ലാസ് കേൾക്കാൻ പോവാറില്ല. യു അണ്ടർസ്റ്റുഡ്? ആഹാര ലൗഡർ. ആഹാര ഉറക്കെ കഴിഞ്ഞോ? ആഹാര, നിദ്ര, ഭയ, മൈഥുനാനി, സമാനി, ചൈതാനി. ഈ ചൈതന്യങ്ങളൊക്കെ ഏതൊക്കെ ചൈതന്യങ്ങള്? ആഹാര, നിദ്ര, ഭയ, മൈഥുന. ഈ 4 ചൈതന്യങ്ങള് സമാനി കൃത്യമാണ്. ആർക്കൊക്കെ? നൃണാം. നൃണാം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്. പശു എന്ന് പറഞ്ഞ ആനിമൽ, മൃഗം. നൃണാം പശൂനാം. മനുഷ്യനും മൃഗങ്ങൾക്കും ഒരേപോലെയാണ്. ഈ പറഞ്ഞതൊക്കെ ഒരേപോലെയാണ്. അതും ഉറങ്ങും, നമ്മളും ഉറങ്ങും. അല്ലേ? മൃഗങ്ങളും ഭക്ഷണം കഴിക്കും, നമ്മളും ഭക്ഷണം കഴിക്കും. പക്ഷെ നമ്മൾ കുറച്ചധികം കഴിക്കും, മൃഗം കുറച്ചേ കഴിക്കുള്ളൂ. ആവശ്യത്തിനേ കഴിക്കുള്ളൂ. ഭക്ഷണം കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ മൃഗം നിർത്തും. മനുഷ്യനോ? അത് കഴിഞ്ഞിട്ട് നല്ലൊരു സ്വീറ്റോ ഐസ്ക്രീമൊക്കെ വരുമ്പം ഇതും കൂടി അകത്താക്കാൻ പറ്റുമോ നോക്കും. അതേസമയത്ത് ഏത് മൃഗത്തിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്താലും വയറ് നിറഞ്ഞാൽ തട്ടി മാറ്റും, വേണ്ടെന്ന്. ഉറക്കം. എല്ലാ മൃഗവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണർന്നാൽ ഉടനെ എഴുന്നേക്കും. വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഉണർന്നാൽ ഉടനെ എഴുന്നേൽക്കും.
ഗെറ്റിംഗ് അപ്പ് ആൻഡ് വേക്കിംഗ് അപ്പ് വ്യത്യാസമുണ്ട്. യു വോക്ക് അപ്പ് ആൻഡ് പ്രിറ്റൻഡ് ടു സ്ലീപ്പ് എന്നാ പറയുക, അല്ലേ? ഉണർന്നാൽ ഉറങ്ങിയ പോലെ കിടക്കും. ആ സ്വഭാവം മൃഗത്തിനില്ല. ഉടനെ എഴുന്നേക്കും. എല്ലാ പട്ടികളെയും കണ്ടിട്ടുണ്ടോ? ഉടനെ തന്നെ എക്സർസൈസ് ഒക്കെ, യോഗാസനയൊക്കെ എടുക്കും. നല്ല വൃത്തിയൊക്കെ എടുക്കാൻ വേണ്ടി കാലൊക്കെ സ്ട്രെച്ച് ചെയ്യും. ഇതൊക്കെ ഏകദേശം ഒരേപോലെയാണ് പണ്ട്. ഇപ്പൊ കുറച്ച് വ്യത്യാസമാണ് മനുഷ്യന്മാർക്ക്. പക്ഷെ ഏറ്റവും വലിയ വ്യത്യാസം ജ്ഞാനം നരാണാം. മനുഷ്യന്മാർക്ക് ജ്ഞാനം, അറിവ്. ജ്ഞാനം നരാണാം അധികോ വിശേഷോ. അധികം വിശേഷമായിട്ട് നമുക്ക് എന്താ ഉള്ളത്? ജ്ഞാനം. ജ്ഞാനേബിഹീന, അറിവില്ലാത്ത ഒരു സമയം നിങ്ങൾ ഉണ്ടായാൽ അതിനർത്ഥം എന്താണ്? പശുഭി സമാന, നിങ്ങൾ മൃഗമായിരുന്നു എന്ന്. അപ്പൊ നമ്മള് ഓരോ നിമിഷവും പഠിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ നിങ്ങൾ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോഴോ വരുമ്പോഴോ ഒക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? യെസ്. ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിലൊക്കെ കിട്ടില്ലേ? അതെന്ത് വാട്ടറാ? ചിലർ മിനറൽ, ചിലർ പാക്കേജ്ഡ്. വായിച്ചോ? കുടിക്കുന്നതിന് മുമ്പ് നോക്കിയോ അതെന്താണ്? ഇല്ലല്ലോ. അങ്ങനെ ഒരു വരുമ്പോ ആ എഴുതിയ സാധനം അതിന്റെ മുകളിൽ കുറേ എഴുതിയിട്ടുണ്ടാവും, ഇല്ലേ? അത് നോളജാണ്. അതിൽ വ്യത്യസ്തമായ കളറുള്ള മൂടികൾ ഉണ്ടാവും, ഉണ്ടാവില്ലേ? ഏതൊക്കെ കളർ കാണാം? പച്ച കാണാം, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, വയലറ്റ്, ബ്ലാക്ക്. എന്താണ് വ്യത്യാസം? ചോദിച്ചോ? ഇല്ല. റോങ്. ഈ ചോദ്യം ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ ആരാവുക? മനുഷ്യനാവും. മൃഗം ചോദിക്കുമോ എപ്പോഴെങ്കിലും? വെള്ളം കിട്ടിയാൽ വെള്ളം കുടിച്ചു, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ വെള്ളം കിട്ടി വെള്ളം കുടിച്ച് ചോദിച്ചു കണ്ടിരുന്ന നിങ്ങൾ ആരായി മാറി? മൃഗമായി. അപ്പൊ ഇന്നലെ ഏത് മൃഗമായിരുന്നു എന്ന് ആലോചിക്കാം. സോ എവറി മൊമെന്റ് യു ആർ എ ആനിമൽ. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് മനുഷ്യനും മൃഗാന്ന്. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ആവാണ്ടിരിക്കാനാണ് എന്ത് പറയണത്? ജ്ഞാനം നരാണാം അധികോ വിശേഷോ. ബ്ലാക്ക് ആണെങ്കിൽ ആൽക്കലൈൻ ആണ്, ഗ്രീൻ ആണെങ്കിൽ ബ്രാൻഡ് കറക്റ്റ് ആണ്. ഗ്രീൻ എന്തിൻ്റെയാ? ബിസ്ലേരി ആണ്. അത് ടേസ്റ്റ് ആഡിക്റ്റ് ആണ്. അതുകൊണ്ട് ബിസ്ലേരി കുടിച്ച ആൾക്ക് ബിസ്ലേരി ടേസ്റ്റിൽ അഡിക്റ്റഡ് ആവും, വണ്ണം വെക്കും. ഓക്കെ. മറ്റേത് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറാണ്. ചിലർ മിനറലാണ്. ഓരോന്നിനും വ്യത്യാസമുണ്ട്, അതിന്റെ വിലയും വ്യത്യാസമുണ്ട്, പ്രോസസ്സിങ് വ്യത്യാസമുണ്ട്. സ്പാർക്കിൾഡ് വാട്ടർ കേട്ടോ, മീഡിയം സ്പാർക്കിൾഡ്, ഹൈ സ്പാർക്കിൾഡ്, അതിനൊക്കെ ക്യാപ്പ് ഡിഫറെൻ്റ് ആണ്. ബോട്ടിലിന്റെ കണ്ടെയ്നറിന്റെ തിക്നെസ് അടക്കം ഡിഫറെൻ്റ് ആണ്. കാരണം സോഡ പോലെയാണ് സ്പാർക്കിൾഡ് വാട്ടർ. സാധാരണ വെള്ളത്തിന് നോർമൽ കുറച്ചും കൂടി തിക്കർ അല്ലെങ്കിൽ ബേസ്റ്റ് ചെയ്തു. ഗോട്ട് ഇറ്റ്? ഇപ്പോൾ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ നമുക്ക് എത്ര സംസാരിക്കാം? ഇതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നിങ്ങൾക്ക് പലർക്കും ഇല്ലാത്തൊരു സംഭവമാണ്, ആണോ അല്ലയോ? എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തത്? ബിക്കോസ് യു ഡോണ്ട് ഗെയിൻ നോളജ്, അല്ലേ? 21 ജൂൺ ആയിരുന്നു ഇന്നലെ, ആണോ അല്ലയോ? യോഗ ഡേ ആണ്. വൈ എന്നൊരു ചോദ്യം ചോദിച്ചോ നിങ്ങൾ? ഇല്ല. വൈ 21 എന്ന് ചോദിക്കുമ്പോഴാണ് then you will start searching for knowledge, അല്ലേ? പലരും ധരിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് യോഗ ഡേ തീരുമാനിച്ചതെന്ന്. അങ്ങനെയാണ് പോപ്പുലറൈസ് ചെയ്യുക. ബട്ട് യു ഷുഡ് തിങ്ക്, ഒരു ദിവസം ഒരാൾ പോയിട്ട് യോഗ ഡേ ആക്കണം എന്ന് പറഞ്ഞാൽ ആക്കുമോ? കുറേ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ആവശ്യമുണ്ട്. സോ ഹൂ സ്റ്റാർട്ടഡ് ദിസ്? ഹൂ ആർ ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഓരോ ചെറു ചെറു വസ്തുവിലും ഉറക്കെ ഒന്നും പോരാ. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? അതാണ് അറിവ്. വൈ, വേർ ഒന്നും എഴുതണില്ല. വൈ, വേർ, വെൻ, ഹൗ എഴുതണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? ആയുധം വേണം. പേനയും
പേപ്പറും കയ്യിൽ വെക്കുന്ന ഏക മൃഗം, അതില്ലാത്തവരൊക്കെ വേറെ മൃഗം. ഓക്കെ, എന്താ നിങ്ങളുടെ ആയുധം? പുത്തനൊരായുധമാണു നിനക്ക്, പുസ്തകം കയ്യിലെടുത്തോളൂ. ഇതാണ് ഒരു ആയുധം. നമ്മുടെ വീട്ടിൽ പണിക്ക് ആളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ കൈയും വീശി വരുമോ? എന്തുകൊണ്ടുവരും? വാക്കത്തി കൊണ്ടുവരും, തുമ്പ കൊണ്ടുവരും, എന്തെങ്കിലും കൊണ്ടുവരില്ലേ? അപ്പൊ നിങ്ങൾ വരുമ്പോ എന്ത് കൊണ്ടുവരണം? പേനയും എപ്പോഴും ഉണ്ടാവും. അതർവൈസ് യു ക്യാൻ റെക്കോർഡ്, സൗണ്ട് റെക്കോർഡ് ചെയ്യാം, വീഡിയോ റെക്കോർഡ് ചെയ്യാം, ലിസൺ ടു ദാറ്റ്, നത്തിങ് റോങ്. പുത്തനൊരായുധമാണു നിനക്ക്, പുസ്തകം കയ്യിലെടുത്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉള്ള കുഴപ്പം എന്താണെന്ന് അറിയാം? ഭയം. ചോദിച്ചാൽ കുഴപ്പമാവൂ, തെറ്റാവൂ, ഇല്ലേ? എന്തിന്ന ധീരത, ഉറക്കെ, എന്തിന്ന ധീരത, ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. വേണോ? എന്ത് പഠിക്കണം? എന്തും പഠിക്കാൻ. ചിലർ പറയും പരീക്ഷ ആ സമയത്തല്ലേ ഉള്ളൂ പഠിക്കാൻ. പരീക്ഷക്കല്ല പഠിക്കണത്, പരീക്ഷയ്ക്ക് പഠിക്കാനേ പാടില്ല. പഠിച്ച പരീക്ഷ എഴുതാം, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കരുത്. ഗിവ് മീ എക്സാം, ഐ വിൽ റൈറ്റ്. അതിൽ ബിടെക് കഴിഞ്ഞ ആൾ അല്ലേ? ഞാൻ BSc പാസ്സായത് എത്ര കൊല്ലം മുമ്പാ? 42 വർഷം മുമ്പ്. ഇപ്പൊ എഴുതിയാലും എനിക്ക് അതിനേക്കാളും മാർക്ക് കിട്ടും. നെവർ ഫർഗോട്ടൺ വാട്ട് ഐ ലേൺ. കാരണം എന്താ? പരീക്ഷയ്ക്ക് പഠിക്കാനല്ല എഴുതിയത്. മിക്കവാറും പരീക്ഷയ്ക്ക് പഠിക്കുന്നവരുടെ കുഴപ്പം എന്താ അറിയോ? പരീക്ഷ കഴിഞ്ഞിട്ട് അല്ലേ, ഐ ഹാവ് ഡൺ എക്സ്പെരിമെന്റ്സ്, ഞാൻ വെറുതെ പറയുന്നതല്ല. നല്ല സ്കൂളിൽ പോയിട്ട് പരീക്ഷയ്ക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടികളെ നേരെ എന്ത് ചെയ്യും? നേരെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെയും ക്ലാസ് കൊണ്ടെടുത്തിട്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും, എഴുതാൻ പറയും. ഫിനിഷ്ഡ്. ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിയാൽ നോളജ് അങ്ങോട്ട് തീർന്നു. അതിനല്ല പഠിക്കണത്. അതുകൊണ്ടാണ് മിക്കവാറും ബിടെക്കിന് പഠിക്കുന്ന കുട്ടികൾ ഫെയിൽ ആവുന്നത്. 10th 11th 12th പഠിച്ചിട്ടുള്ള സെയിം മാത്തമാറ്റിക്സ് ആണ് ഫസ്റ്റ് സെമസ്റ്റർ ബിടെക്കിന്, ഓൾമോസ്റ്റ് സെയിം. ഏറ്റവും കൂടുതൽ ആദ്യത്തെ സെമസ്റ്റർ എന്നത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ്. 4% പാസ് ഇന്ത്യയിൽ. 100 കുട്ടികളിൽ 4 പിള്ളേരെ പാസ്സാവുന്നു. സെയിം സിലബസ് പഠിച്ച് A+ കിട്ടിയത്. കാരണം A+ കിട്ടാൻ വേണ്ടിയാണ് പഠിക്കണത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാം മാറും. മനസ്സിലായോ? അത് നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമെന്ന് നമ്മൾ പറയാം. പഠിപ്പിക്കുന്നവരുടെ കുഴപ്പമാണ്. പക്ഷെ നമ്മൾ എന്താ അങ്ങനെ ആയത്? പഠിപ്പിക്കുമ്പോൾ കേൾക്കുകയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാറില്ല. ഉണ്ടോ? എന്നെ +1 +2 പഠിപ്പിച്ച സെയിം മാഷാണ് എന്നെ +1 +2 കെമിസ്ട്രി പഠിപ്പിച്ച മാഷ്. നിങ്ങളുടെ +1 +2 ഞങ്ങൾ പ്രീ ഡിഗ്രിയാണ്. അതേ മാഷ് റിട്ടയർമെന്റിന് ശേഷം എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചറാണ്. കാരണം സെയിം കെമിസ്ട്രി ഫിസിക്സ് അല്ലേ. അവരൊക്കെ മിക്കവാറും റിട്ടയർഡ് കെമിസ്ട്രി ടീച്ചേഴ്സും മാത്സ് ടീച്ചേഴ്സും ഫിസിക്സ് ടീച്ചേഴ്സാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പോയ സമയത്ത് അവിടെ മാഷായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നെ +1 +2 പഠിപ്പിച്ച മാഷാണ്. ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്ന ആരാണ്? പിന്നെ പണ്ട് സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാനാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുത്തിയിട്ട് മാഷന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ അറിയാത്തതുകൊണ്ടാണ് പിള്ളേർ തോറ്റു പോകുന്നത്. കാരണം അയാളുടെ 4 പിള്ളേരെ പാസ്സായിട്ടുള്ളൂ കഴിഞ്ഞ സെമസ്റ്റർ എഴുതിയപ്പോൾ. എന്താ കാരണം? ഓറിയന്റേഷൻ ടുവേർഡ്സ് അപ്ലിക്കേഷൻ. എന്താണ്? ഓറിയന്റേഷൻ ടുവേർഡ്സ് അപ്ലിക്കേഷൻ. അത് കൃത്യമായിട്ട് നമുക്കില്ല. അപ്പൊ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ വൈ ഷുഡ് ഐ ലേൺ ദിസ്? ഓരോന്നിനും ചോദിക്കണം. എന്തിനാണ് ഞാനിത് പഠിക്കുന്നത്? വൈ, വേർ, വെൻ, ഹൗ, വാട്ട്, WWWH ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, യെസ് ഓർ നോ? ക്ലാസ്സിൽ കേൾക്കാൻ നല്ല സുഖമാണ്, എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ തിരിച്ച് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ രണ്ടാമത്തെ അക്ഷരമാണ് പറയാ. ഏതാ? എന്ന് പറഞ്ഞ് കേൾക്കാം അല്ലേ? ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ എന്ത് പറയും? അത് പാടില്ല. യു മസ്റ്റ് ബി ഏബിൾ ടു ആൻസർ ക്രിസ്പ്
ക്ലിയർ, ഷാർപ്പ് കേട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ കുറേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം ഇംഗ്ലീഷിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ദാറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം അഗെയിൻ. മനസ്സിലായോ? പലരും സർ എന്ന് വിളിച്ച് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ഷോർട്ട് മാത്രം കട്ട് ചെയ്യാൻ ഐ ടേക്ക് ലോട്ട് ഓഫ് ടൈം. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാണ് ചിലത് ഇട്ടിരിക്കുന്നത്. ബിക്കോസ് ഐ സെഡ് ഡോണ്ട് കോൾ മീ സർ. എന്നിട്ട് ഞാൻ തന്നെ എടുത്തതിൽ നിങ്ങൾ എന്നെ സാർ എന്ന് വിളിക്കുന്നുണ്ടായാലോ? ഇറ്റ്സ് എ റോങ് മെസ്സേജ്, റൈറ്റ്? അപ്പോൾ ഞാനത് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യാൻ എത്ര സമയം വേണമെന്നറിയോ? ഐ ഹാവ് ടു എഡിറ്റ് ഓൾ ഓഫ് ദം. ഐ എം ലിസണിങ് ഈച്ച് വൺ ഓഫ് ദം ആൻഡ് ദെൻ എഡിറ്റിംഗ്. പിന്നെ ഞാനൊക്കെ മോളുടെയൊക്കെ ഇട്ടത് ഞാൻ 2 മണിക്ക് 2:30 കണ്ടിട്ടത്. ഏർലി മോർണിംഗ് 2 o'clock to 2:30. ഐ എം എഡിറ്റിംഗ് മൈസെൽഫ് ഓൾ ദിസ്. ഇന്നലെ കൊച്ചിയിൽ കഴിഞ്ഞ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാണ് യാത്രയിൽ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വളരെ കോൺഷ്യസ് ആവണം. ഡോണ്ട് ബി കാഷ്വൽ, ബി കോൺഷ്യസ്. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗോസ് ടു ലൈവ് പോകുന്നുണ്ട്, മറ്റൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് റീലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുക. എങ്ങനെ സംസാരിക്കണം? പബ്ലിഷബിൾ ആവണം. What it should become publishable. മീഡിയയിലേക്ക് നേരെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ കേൾക്കാലോ, എന്ത് പറ്റും? What it? That will get published. So be conscious about your physical stature. ഇങ്ങനൊന്നും ഇരിക്കരുത്, നേരെ സ്ട്രൈറ്റ് ആയിട്ട് സിറ്റ് സ്ട്രൈറ്റ്. എപ്പോഴും സ്ട്രൈറ്റ്, എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട്. അപ്പൊ കുറേ സമയം ഇരിക്കാൻ പറ്റും. യാ, യു ഹാവ് എ ക്വസ്റ്റ്യൻ. സാറില്ല, ഹോൾഡ്. അടുത്തിരിക്കുന്ന ആൾ അടിക്കും അല്ലെങ്കിൽ തന്നെ. ആ, ഡോക്ടർ TPS. ഡോക്ടർ TPS. ആ, മനുഷ്യൻ അൺകോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്നൊന്നും അറിയില്ല, അല്ലേ? നമ്മളെന്താ പറയാ, സെൻസ് ഇല്ലാത്ത ആളെന്ന് പറയാറില്ലേ? ഒരാൾക്ക് സെൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹി ഈസ് നോട്ട് ബിഹേവിങ് ദ വേ he has to behave. അത് ഫിസിക്കൽ സെൻസ് ഉണ്ടാവണം, ഇമോഷണൽ സെൻസ് ഉണ്ടാവണം. എപ്പോഴാണ് ഇമോഷണൽ സെൻസ്? എവിടെ, എങ്ങനെ, ആരോട്, ഏത് തരത്തിൽ ബിഹേവ് ചെയ്യണം. ഭഗവത്ഗീത പഠിപ്പിക്കുന്ന സമയത്ത് കൃഷ്ണന്റെ അടുത്ത് അർജുനൻ ചോദിക്കും, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ സംസാരിക്കേണ്ടത്? ആ സ്ഥിതപ്രജ്ഞനാണ് കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ. അപ്പൊ കൃഷ്ണൻ പറയും ഉത്തരം, ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ. നമുക്ക് ദേഷ്യവും സങ്കടവും വേവലാതിയും ഒക്കെ ഉണ്ടാവും, പക്ഷെ സ്ഥിതപ്രജ്ഞനായിട്ട് മാറണം. കൺട്രോൾ ചെയ്തിട്ട് തന്നെ പെരുമാറാൻ പഠിക്കണം. അത് ഓരോരാളും എക്സ്പെക്ട് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. ചെറിയ കുട്ടി വിശക്കുമ്പോൾ കരയില്ലേ? കരയോ ഇല്ലയോ? എന്തുകൊണ്ടാണ് കോൺഷ്യസ് ആണെന്നാ ചോദിച്ചത്. ട്രെയിനിൽ വിശക്കുമ്പോൾ ചെറിയ കുട്ടികൾ കരയും, അല്ലേ? അപ്പൊ നാളെ അല്ലെ ഇന്നലെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് വിശന്നു, ഞാൻ എന്നിട്ട് ഒച്ചത്ത് കരഞ്ഞാൽ എന്ത് പറ്റും ഈ പ്രായത്തില്? എന്തിനാ കരയെന്ന് ചോദിച്ചപ്പോ വിശക്കണം. ഐ ആം കോൺഷ്യസ് ദാറ്റ് ഐ ഹാവ് ഗ്രോൺ അപ്പ്. വിശക്കാത്തത് കൊണ്ടോ? ചെറിയ കുട്ടിക്കുള്ള വിശപ്പും നമുക്കുള്ള വിശപ്പും ഒരേപോലെയാ, അല്ലേ? മൃഗങ്ങളുടെ പല സ്വഭാവം നമുക്ക് കാണിക്കാൻ പറ്റുമോ? പട്ടി അവിടെ ഇവിടെയൊക്കെ പറ്റും. Can we do that? Conscious. ലിറ്റിൽ സെൻസ് ഉള്ളവർക്കൊക്കെ കോൺഷ്യസ് എന്താന്ന് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അണ്ടർസ്റ്റുഡ്? അപ്പോ വളരെ ഫിസിക്കലി ഇന്റലക്ച്വലി ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കാം, എന്തും ചോദിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി ആലോചിക്കുക, ഇത് ശരിയാണോ ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആസ്ക് യുവർ ഫ്രണ്ട്സ്, ഈസ് ദിസ് ക്വസ്റ്റ്യൻ റിലയബിൾ, റീസണബിൾ, ടൈംലി ആണോ, റിയലിസ്റ്റിക് ആണോ? കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഓരോന്നും ഓരോരുത്തർ ചോദിക്കേണ്ട സംഭവമുണ്ട്. LKG ചോദിക്കേണ്ട ചോദ്യം LKG ചോദിക്കാവൂ, ഹയർ ക്ലാസ്സിൽ ചോദിക്കാൻ പാടില്ല, റൈറ്റ്? ഡോക്ടർ SP ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, വണ്ടി വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഐ വാസ് തിങ്കിങ് സം പാരന്റ്. യു ആർ ഓൾസോ എ പാരന്റ് എനിവേ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്,
She is one of your faculty member, came from Bangalore. Oh my God, I was hearing your talk. Then I was thinking, I am becoming the, no, so nervous I am becoming. I thought I will, She was a director of a engineering college, autonomous college. അല്ലേ? MS Ramaya. MS Ramaya is one of the top most colleges in Bangalore. Maybe they. അവിടുത്തെ ഇലക്ട്രോണിക്സ് Electrical and professor ആയിരുന്നു. electronics professor ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഡയറക്ടറായി റിട്ടയർ ആയി. പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. എന്നിട്ട് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. We feel so close, no? Because of that interaction. Okay. And one of my friend, ഒരു പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ആയിട്ടുള്ള സോയ നമ്പ്യാർ, ഷീ ഈസ് ഓൾസോ മൈ റിലേറ്റീവ് ഹും ഐ നോ ഓൺലി ഫോർ ലാസ്റ്റ് ഫ്യൂ മന്ത്സ്. കുറച്ച് മാസമായിട്ടേ അറിയുള്ളൂ. അവരാണ് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഷീ വളണ്ടിയർഡ് ആൻഡ് സെഡ് ഐ ആം കമ്മിങ്. അപ്പൊ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് ലാൻഡ് ചെയ്യേണ്ട എയർക്രാഫ്റ്റ് ഗോട്ട് ഡിലേഡ്. ക്യാൻസൽഡ് ആണോ ഡിലേഡ് ആണോ? ക്യാൻസൽ ചെയ്തു. അത് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കൊച്ചി വരെ ഫ്ലൈ ചെയ്ത് അവിടുന്ന് ബൈ റോഡ് വന്ന് ഇന്നലെ രാത്രിയാണ് എത്തിയത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. We will all learn together. Okay. അപ്പൊ നമ്മള് എനിക്കറിയാം യു ആർ നോട്ട്, വീട്ടിലുള്ള കംഫർട്ട് അല്ല നമ്മൾ പുറത്തു വരുമ്പോണ്ടാവും. അപ്പൊ ഈ പ്രായത്തിലും അല്ലെങ്കിൽ ഈ പ്രായത്തിലൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് ഇടക്കിടക്ക് ഞാൻ ചോദിക്കാറുണ്ട്. എനിക്ക് സുഖമായിട്ടിരിക്കാം, പെൻഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട്, ഐ വാസ് എ വൈസ് ചാൻസലർ ഓഫ് എ യൂണിവേഴ്സിറ്റി, സുഖമായിട്ട് എയർ കണ്ടീഷനിൽ ഇരിക്കാം, വെള്ളം കൊണ്ടുവരാൻ ആളുണ്ടാവും, കാറ് തുറന്നു തരാൻ ആൾ. ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ വരുന്നതെന്ന് അറിയാം. എന്തിനാ വരുന്നത്? വാട്ട് എവർ ഹിസ് ഗിവൺ ടു മീ ബൈ മൈ ഗുരുസ്, എൻ്റെ ഗുരുക്കന്മാരെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കൊടുക്കാതെ പോകുന്നത് അബദ്ധമാണ്. എപ്പോഴാ കൃഷ്ണരാമ ഗോവിന്ദ എന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ശോ എന്ന് പറഞ്ഞ് പോവാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഐ നെവർ അറ്റൻഡഡ് സച്ച് എ ക്യാമ്പ് ഇൻ മൈ ലൈഫ്. പക്ഷെ ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ തുടങ്ങിയത് എൻ്റെ വീട്ടിലാണ്, കണ്ണൂർ. ആ സമയത്തൊക്കെ കുറെ അതിൽ അറ്റൻഡ് ചെയ്ത്. അലൈനിൽ ആരാണ്? ഹു ഈസ് ഫ്രം അലൈൻ? വൈ അലൈൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്കേണ്ടത്, ഇഫ് യു ആർ ഫ്രം അലൈൻ റൈസ് യുവർ ഹാൻഡ്. മനസ്സിലായോ? അലൈനിൽ 4 ദിവസത്തെ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. റിലാക്സ്. ഒരു ഡാൻസറാണ്, ഷീ ഈസ് ഗോയിങ് ടു ഡാൻസ് ഓൺ ദ സ്റ്റേജ്. ഒരു സിനിമ ആക്ട്രസ് ആണ്, റീസെന്റ് ഗോട്ട് ഒരു സിനിമ ചെയ്തു. എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിപ്പോൾ റിലീസ് ആയിട്ടുണ്ടോ തോന്നുന്നു. And you will see a lot of people. ഇന്നലെ ഒരു മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു രാത്രി, ഷീ ഈസ് ഫ്രം അമേരിക്ക. ഓക്കെ, അവരെയും ഇന്നലെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? കോൺഷ്യസ്, അവെയർ, സോഫ്റ്റ് സ്കിൽ. ഇപ്പം വിളിച്ചിട്ടൊന്നും അല്ലല്ലോ വന്നത്, ആണോ? അല്ല, വെറുതെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. കഷ്ടപ്പാടുണ്ടാവും. ഫിസിക്കലി യു മേ നോട്ട് ബി വെരി കംഫർട്ടബിൾ. കാരണം ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ല, ബുദ്ധിമുട്ടുള്ള അതിനൊന്നും അല്ല വരുന്നത്. എന്തിനാ വരുന്നത്? എന്നെ കാണാനല്ല. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദർ ഹു കൻ യു കൻ ഇന്ററാക്ട് വിത്ത്. അപ്പൊ നിങ്ങൾ എത്ര ഇന്ററാക്ട് ചെയ്യുന്നോ അത്രയും നോളജ് കിട്ടും, അത്രയും സോഷ്യലാവും. എന്താവണം ഇന്ററാക്ഷൻ? എന്താവണം എന്നുള്ള. ഇപ്പൊ 2 പേര് കാണുമ്പോൾ സംസാരിക്കാം അല്ലെ? 2 പൊളിറ്റീഷ്യൻസ് ചേർന്നാൽ എന്താ സംസാരിക്കാം? പൊളിറ്റിക്സ്. 2 ബിസിനസ്മെൻ എന്താ സംസാരിക്കാം? ബിസിനസ്. നിങ്ങൾ എന്താ സംസാരിക്കേണ്ടതെന്ന് അപ്പൊ മനസ്സിലായല്ലോ.